ഫൈനലി ഇന്ന് അവിടെ ബിഗ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് തല്ലുകൂടലും ഒപ്പമിരിക്കലും സന്തോഷിക്കലും എല്ലാറ്റിനും ഒപ്പം ഉണ്ടാവും. ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ഒപ്പം ഉണ്ടായിരിക്കും. അപ്പം ബാക്കിയുള്ളവർ തന്നെ പറയും, ഓ നല്ല കെമിസ്ട്രി ആണല്ലോ, നിങ്ങൾ ബ്രദേഴ്സ് ഫ്രണ്ട്സിനെ പോലെയാണല്ലോ. ഞാൻ വരെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഐ വാസ് സർപ്രൈസ്. ലൈക്ക് ഭയങ്കര ബ്രദർ ആൻഡ് ലൈക്ക് ആ ഒരു എന്താ പറയാ ഏട്ടൻ അനിയൻ ആ ഒരു ഡിഫറൻസ് അല്ല ആക്ച്വലി. നല്ല സുന്ദരി കുട്ടിയായി, ഭയങ്കര ഹാപ്പി. എല്ലാവരും ഒന്നുകൂടി വൈഷ്ണവിയുടെ ഹാപ്പിനെസ് കണ്ടിട്ട് നമുക്ക് ഇന്ന് തന്നെ പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും മിസ് ചെയ്യും. അവന് നമ്മളോടുള്ള സ്നേഹവും ടു ബി ഹോണസ്റ്റ് കറക്റ്റ് ടൈം ഒരാളുടെ ഒപ്പം ഇരുന്ന് പോകുന്നത് വേറെ ആരുടെ ഒപ്പമല്ല, അവിടെ ഒപ്പമാണ്. ഹായ്, ഇന്ന് ഞങ്ങളുടെ വൈഷ്ണവി ചേച്ചിയുടെ കല്യാണമാണ്. ശരിക്കും നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടി ഇരിക്കുന്ന ശരിക്കും ഒരു ആദ്യത്തെ വെഡ്ഡിങ് ആണ്. ഭയങ്കര ഒരു ഗ്രാൻഡ് വെഡ്ഡിങ് ആണിത്. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ആദ്യം ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഫീലിംഗ് ആയിരുന്നു. കല്യാണം അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും കുറേ പേരൻസിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തിട്ടും കുറേ സ്ട്രഗിൾ ആയിട്ടാണ് ഈ മാരേജ് കഴിഞ്ഞത്. സോ വി ആർ സോ ഹാപ്പി ഫോർ ഹർ. Abhi, Vaishu, we all love you. Okay. വൈഷു ഒബ്വിയസ്ലി അപ്പോൾ അവന് പറ്റിയൊരു മാച്ചുമാണ്. അതുകൊണ്ട് അടിപൊളി, ഒരുപാട് സന്തോഷം. നമുക്കിന്ന് ആദ്യം പറയുമായിരുന്നു ഒന്ന് അവൻ താലി കെട്ടുന്നത് കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നു എന്നുള്ളത്. അപ്പോൾ മോറോവർ ഓൺ ബ്രദറാണ് ഇവൾക്കും അഭി എന്ന് പറയുമ്പോൾ. ഹാപ്പി മാരേജ്. We miss you. നമ്മളെയൊക്കെ കുറച്ച് അകലെ പോകുന്നു പറയുമ്പോൾ നമുക്ക് വിഷമമാണ്. എന്തായാലും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്, ഹാപ്പിയാണ്. എന്തായാലും അകലെ ഉണ്ടാകുന്ന പോലെ തോന്നുന്നില്ല നമുക്ക്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അഭിലാഷം ഓക്കെയാണ് അല്ലേ? അഭിലാഷിനും വൈഷ്ണവിക്കും
ആക്ച്വലി ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഒരുപാട് കാലം. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അവൾ ആക്ച്വലി. അങ്ങനെ അവളെ കണ്ടു, കുറേ കാലം നല്ല ഫ്രണ്ട്സായി തുടർന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്ലോലി റിലേഷനിലേക്ക് മൂവ് ചെയ്യായിരുന്നു. വരാൻ തുടങ്ങിയപ്പോഴാണ് അതെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ പ്രപ്പോസ് ചെയ്യലും അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനോടും കാര്യങ്ങളും ഉള്ള അച്ഛനോടും സംസാരിച്ചു. എല്ലാവരും ഒരു പ്യുവർലി ഒരു ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് കം അറേഞ്ച് ആണ്. കാരണം എല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊന്നും ആളെ കണ്ടിട്ടില്ല. ഇത് ജസ്റ്റ് ട്രയൽ കാണുമ്പോൾ കൊള്ളാം എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷെ ഈ ഹെയർ ഒക്കെ ചെയ്ത് വന്നപ്പോൾ ആകെ മാറിപ്പോയി. എന്തായാലും അങ്ങനെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പം ഹാപ്പിയാണ്. ഇങ്ങനെ തന്നെ പോകുന്നു വിചാരിക്കും.